ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്വാമിയെ കാണാൻ മേഘനാഥൻ വനത്തിലെത്തിയിരിക്കുന്നു. ഇത്തവണ ഭാസി കൂടെയില്ല. അവിടേക്ക് രണ്ടുപേര് വരുന്നത് കണ്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് മേഘനാഥൻ. നേരത്തെ ഇവരായിരുന്നു ആ സ്വാമിയിലേക്കുള്ള വഴികാട്ടികൾ. രണ്ടുപേരും തമ്മിൽ നമസ്കാരം പറഞ്ഞു. എന്താ നാഞ്ചി നായ്ക്കർ അവിടെ ഉണ്ടോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ അതിൽ ഒരാൾ പറയുന്നു, എനിക്കറിയില്ല. നേരത്തെ ആശ്രമത്തിൽ അവരുണ്ടായിരുന്നോ? എന്നാ രാവിലെ എങ്ങോട്ടോ പോയെന്ന് ഈ പൂച്ചാണ്ടി പറഞ്ഞു. പൂച്ചാണ്ടിയോ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു. അതെ, ഇയാളുടെ പേരാണ് പൂച്ചാണ്ടി. നമ്മുടെ നായ്ക്കർ സ്വാമിക്ക് ശിഷ്യനായിക്കും. ഇവനാണ് നമ്മളെ സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അയാൾ ചോദിക്കുന്നു, സാറിൻ്റെ അടുത്ത് വേറൊരു ഗുണ്ടുമണി ഉണ്ടായിരുന്നല്ലോ, അയാൾ അവിടെ കാണുന്നില്ലല്ലോ. ആ ഗുണ്ടുമണി സത്ത് പോച്ച് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നു, അയാൾ സത്തിട്ടാനാന്ന്. അയാളെ പാമ്പങ്ങാണം കടിച്ചോ? മേഘനാഥൻ പറയുന്നു, അത് നിങ്ങൾ സത്ത് മേലെ പോകുമ്പോൾ ചോദിച്ചാൽ മതി. അദ്ദേഹം തമിഴിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ മേഘനാഥനെ സ്വാമിയുടെ അടുത്ത് എത്തിക്കുകയാണ് രണ്ടുപേരും. അവർ നടന്ന് ആ വനത്തിലൂടെ പോകുന്നു. ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ ഇന്ന് കൃഷ്ണന് പെണ്ണു കാണലാണ്. എന്നാൽ അവരിങ്ങോട്ടാണ് വരുന്നത്. ഈ വിവരം കൃഷ്ണനോ ബാക്കിയുള്ള ആർക്കോ അറിയില്ല. ചന്ദ്രനും രുക്മണിക്കും മാത്രമേ അറിയൂ. അവർ വരുന്നതറിഞ്ഞ് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് ചന്ദ്രനും രുക്മണിയും. ഇവർ വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒന്നും മനസ്സിലാകാതെ കുറെ നേരം നോക്കി നിൽക്കുകയാണ് ഹരിയും മുരളിയൊക്കെ. ഒടുവിൽ ഹരി പറയുന്നു, അച്ഛാ, ഇതുവരെ വല്യേട്ടൻ വന്നിട്ടില്ല. ആ വല്യേട്ടന് വേണ്ടിയാണ് നിങ്ങൾ ഈ കല്യാണാലോചന നടത്തുന്നത്. ഓ അറിയാം, എനിക്ക് ബോധമൊന്നും പോയിട്ടില്ല. അവൻ വരട്ടെ. അവൻ വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിക്കാം. ഇനി അഥവാ അവർ പോകുന്നതിന് മുമ്പ് അവൻ വന്നില്ലെങ്കിൽ തന്നെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് അവനെ കാണാലോ. ആ സമയം ചന്ദ്രൻ നേരത്തെ പറഞ്ഞ ആ ആൾക്കാർ അവിടെ എത്തി. എന്നാൽ ഇതുവരേക്കും കൃഷ്ണൻ അവിടെ എത്തിയിട്ടില്ല. ടെൻഷനോടെ ഹരിയും മുരളിയും പുഷ്പനും അവരെ നോക്കുന്നു. എന്നാൽ വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയാണ് ചന്ദ്രനും രുക്മിണിയും. ആ പെണ്ണ് ചന്ദ്രനെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനും അമ്മയും പിന്നെ അമ്മാവനും ബ്രോക്കറുമാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവർ തമ്മിൽ പരിചയപ്പെടുന്നു. അവരെ വളരെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് ചന്ദ്രൻ. പയ്യൻ ഇതാണോ കൃഷ്ണപ്രസാദ് എന്ന് അതിലൊരാൾ ചോദിക്കുന്നു. ഇത് അവന്റെ അനിയനാണ്. കൃഷ്ണപ്രസാദ് തൽക്കാലം ഇവിടെ ഇല്ല. അവനെന്തോ ബിസിനസ് കാര്യമായിട്ട് തൃപ്പങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു ഉറപ്പിക്കാം. അവൻ വരുമ്പോൾ അവിടെ വന്ന് കണ്ടോളൂ നിങ്ങളെ. എന്തായാലും പെണ്ണിനെ അവൻ കാണണമല്ലോ. എങ്കിൽ പിന്നെ അങ്ങനെയാകാം. എന്താ അങ്ങനെ പോരെ എന്ന് ഭാര്യയോട് അദ്ദേഹം ചോദിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് കല്യാണത്തെക്കുറിച്ച് ചന്ദ്രമോഹൻ സാറിന് വല്ല ഡിമാൻഡും ഉണ്ടെങ്കിൽ അത് പറയണം എന്ന് പെണ്ണിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. ചന്ദ്രൻ പറയുന്നു, എനിക്ക് എന്ത് ഡിമാൻഡ്? എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം. എനിക്ക് അത്രയേ ഉള്ളൂ ഏക ഡിമാൻഡ്, വേറൊന്നുമില്ല. അതെ, കുറച്ചു നാളായി അച്ഛൻ അവന്റെ കല്യാണക്കാര്യം പറഞ്ഞിരിക്കുമായിരുന്നു. അവൻ ഒരു പിടിയും തരാതെ ഒഴിഞ്ഞുമാറി നടക്കുകയാണ് എന്ന് രുക്മിണി പറയുന്നുണ്ട്. ആ സമയം പെണ്ണിന്റെ അമ്മാവൻ പറയുന്നു, അത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഫാഷനാണെന്നേ, സ്വാതന്ത്ര്യം പോകും എന്നാണ് ആണായാലും പെണ്ണായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ പറയുന്നു, എന്ത് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യത്തിലും വലുതാണ് കുടുംബം എന്ന ചിന്ത ഇല്ലാതായ കുട്ടികൾക്ക്. അതാണ് അടിസ്ഥാന പ്രശ്നം. ഇവിടെ ഏതായാലും പിള്ളേരെ അഴിച്ചുവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നടക്കത്തുമില്ലത്. ചന്ദ്രമോഹന് മക്കളുടെ മേൽ വലിയ നിയന്ത്രണമാണെന്ന് തോന്നല്ലോ എന്ന് പെണ്ണിന്റെ അച്ഛൻ പറയുന്നുണ്ട്. ചന്ദ്രൻ പറയുന്നു, കുട്ടികൾ ഒരുമാതിരി എന്നെ അനുസരിക്കും, അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് അപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ബ്രോക്കർ പറയുന്നു, പിന്നെ എന്താ, അതാണ് അതിൻ്റെ ഒരു ഇത്. അത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഹരിയുടെയും മുരളിയുടെയും പുഷ്പന്റെയും ടെൻഷൻ മാറിയിട്ടില്ല. അവർ ടേബിളിന്റെ ഭാഗത്തേക്ക് ഇരുന്ന് ചായയും മറ്റു പലഹാരങ്ങളും കഴിക്കാൻ തുടങ്ങുന്നു. ഏതായാലും ഈ ആഴ്ച തന്നെ ചെറുക്കനുമായി ഞങ്ങൾ അങ്ങോട്ട് വരും. ഒരു 10-15 ദിവസത്തെ ഇടവേളയിട്ട് ഒരു ഡേറ്റ് അങ്ങ് തീരുമാനിക്കാം. എന്ത് പറയുന്നു എന്നൊക്കെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ പെണ്ണിന്റെ അമ്മ പറയുന്നു, അത് തീരെ പെട്ടെന്നായിപ്പോയി. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒതുക്കാനില്ലേ. നിങ്ങൾ ആൺകൂട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല, പക്ഷേ ഞങ്ങൾ പെൺവീട്ടുകാർക്ക് അത്ര സമയം പോരാ. എങ്കിൽ ശരി, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എങ്കിലും ചായ കുടിക്കേ എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണൻ അവിടെ എത്തുന്നു. അച്ഛനെ കാണാത്തതിനാൽ അച്ഛനെ അന്വേഷിച്ചായിരുന്നു തൃപ്പങ്ങോട്ടേക്ക് കൃഷ്ണൻ പോയിരുന്നത്. കൃഷ്ണൻ വന്നത് ചന്ദ്രൻ അറിഞ്ഞു. ചന്ദ്രൻ അവരോട് പറയുന്നു, പയ്യനാണ്, ഇനി പയ്യനെ കാണാതെ പോകണ്ട. വീട്ടിൽ ആരോ വന്നതറിഞ്ഞ് കൃഷ്ണൻ ഒരു സംശയത്തോടെ അകത്തേക്ക് പോകുന്നു. ആ വന്നല്ലോ, വാ മോനെ എന്ന് പറഞ്ഞ് രുക്മിണി സന്തോഷത്തോടെ കൃഷ്ണനെ സ്വീകരിക്കുന്നു. ഒന്നും അറിയാതെ കൃഷ്ണൻ അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ്. രുക്മിണി അവരോട് പറയുന്നു, ഇതാണ് കൃഷ്ണപ്രസാദ്, ഞങ്ങളുടെ സീമന്തപുത്രൻ. ഹലോ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. നല്ല വിശേഷം എന്ന് കൃഷ്ണനും പറയുന്നു. അച്ഛനത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ തൃപ്പങ്ങോട്ട് മുഴുവനും അന്വേഷിച്ചല്ലോ എന്ന് കൃഷ്ണൻ
അച്ഛനോട് പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു, അത് പിന്നെ മോനെ, അച്ഛൻ അമ്പലത്തിലൊന്ന് പോയതല്ലേ, നീ ഇവിടെ ഇരിക്കെ, ചായ കുടിക്കാം. ചായയൊന്നും വേണ്ട, ആരാ ഇവരെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. ചന്ദ്രൻ പറയുന്നു, അത് പിന്നെ നിന്നോട് പറയാൻ പറ്റിയില്ല. നീ തൃപ്പങ്ങോട്ടേക്ക് പോയതിനു ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്. ഇത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ്, ഇവിടുത്തെ മുനിസിപ്പൽ സൂപ്രണ്ട്. പുള്ളിയുടെ മകളും നീയുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു എന്ന് ചന്ദ്രൻ പറഞ്ഞതും ഞെട്ടലോടെ കേട്ടു നിൽക്കുകയാണ് കൃഷ്ണൻ. അത് സംസാരിക്കാൻ വിളിച്ചു വരുത്തിയതാണ് ഇവരെ. പെണ്ണിന്റെ അച്ഛൻ, അമ്മ, അമ്മാവൻ എന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. പിന്നെ ഗോപി പറഞ്ഞതുപോലെ ഇതാണ് ദല്ലാൾ. അങ്ങനെ ബ്രോക്കറെയും പരിചയപ്പെടുത്തുന്നു. കൃഷ്ണൻ പറയുന്നു, കല്യാണമോ, കൊള്ളാലോ, അതിനെ ഞാൻ കല്യാണം കഴിച്ചതാണല്ലോ. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ഇവർക്കും അറിയാം കാര്യങ്ങൾ. വീണ്ടും ഒരു കല്യാണം കൂടി കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ ദാ ഇവരിൽ ആരെങ്കിലും മരുമകനാക്കിയാൽ മതി എന്ന് ഹരിയെ മുരളിയെയും ചൂണ്ടിക്കാട്ടിയിട്ട് കൃഷ്ണൻ പറയുന്നു. ഐ എം സോറി, ഒരു സെക്കൻഡ് മാരേജിന് താല്പര്യമില്ലാത്തോണ്ടാണ് എന്ന് പറഞ്ഞ കൃഷ്ണൻ ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി. പെണ്ണിന്റെ അച്ഛൻ ദേഷ്യത്തോടെ ചന്ദ്രനോട് പറയുന്നു, മിസ്റ്റർ ചന്ദ്രമോഹൻ, നിങ്ങൾ എന്ത് വൃത്തികേടായി കാണിച്ചത്? കല്യാണം കഴിച്ച മകനെ വീണ്ടും കെട്ടിക്കാൻ നോക്കുന്നോ? തന്നെ ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. ചന്ദ്രൻ പറയുന്നു, സർ, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. അവൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ഈ ആലോചനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ മുടക്ക് ന്യായങ്ങളാണിതൊക്കെ. പെണ്ണിന്റെ അമ്മ പറയുന്നുണ്ട്, എന്ത് ന്യായമാണെങ്കിലും ചെറുക്കൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് വ്യക്തമാക്കിയതല്ലേ, പിന്നെന്താ? ഇത് കണ്ട് ബ്രോക്കറിന്റെ കരണക്കുറ്റിക്ക് അടിക്കുകയാണ് അമ്മാവൻ. ഇത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഒരു കാര്യമില്ലാതെ ഞങ്ങളെ ഇവിടേക്ക് കെട്ടും കെട്ടിച്ച് കൊണ്ടുവന്നതിന് മേലിൽ നിങ്ങളുടെ മുഖം കാണാൻ ഇടവരരുത് ഞങ്ങൾ. അങ്ങനെ ആ ബ്രോക്കറെ കുറ്റം പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്നും വളരെ ദേഷ്യത്തോടെ തന്നെ ഇറങ്ങിപ്പോവുകയാണ്. ഈ സമയം മുറിയിലേക്ക് പോയ കണ്ണൻ ആ രാധ കൊടുത്ത പാവയുമായി ഇരിക്കുകയാണ്. വളരെ ദേഷ്യത്തോടെ താഴെ നിന്നും ചന്ദ്രൻ മുകളിലേക്ക് കയറി വന്നു. കൂടെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. ഡാ, അവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിച്ചല്ലേ? അച്ഛനെന്ന വില പോയിട്ട് ഒരു വളർത്തുനായുടെ വില പോലും നീ എനിക്ക് തന്നില്ല എന്ന് ചന്ദ്രൻ ദേഷ്യത്തോടെ പറയുകയാണ് കൃഷ്ണനോട്. അത് കേട്ട് കൃഷ്ണൻ പറയുന്നു, തെറ്റ്. അച്ഛനാണ് എന്നെ അപമാനിച്ചത്. എന്നോടൊരു വാക്ക് പോലും പറയാതെ എന്റെ കല്യാണം ഉറപ്പിക്കുന്നത് ശരിയാണോ അച്ഛാ? അതൊരു അച്ഛന്റെ അവകാശമാണെന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, അതൊക്കെ പണ്ട്. കാലം ഇപ്പോൾ മാറിയതാണച്ഛാ. അച്ഛനും അമ്മാവനും പോയി കണ്ട് ഉറപ്പിക്കുന്ന പെണ്ണിനെ മക്കളും മരുമക്കളും പോയി താലി കെട്ടിക്കൊണ്ട് വരുന്നത് പണ്ടായിരുന്നു. കുട്ടികളാണായാലും പെണ്ണായാലും അവർ തീരുമാനിക്കും അവർ ആർക്കൊപ്പം ജീവിക്കണമെന്ന്. പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുള്ളത്, ഞാൻ ആർക്കൊപ്പം ജീവിക്കണം എന്നുള്ളത് ഞാനല്ല, നിങ്ങൾ തന്നെയാ തീരുമാനിച്ചത്. വ്യക്തമായിട്ട് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ എടുത്ത നിങ്ങളുടെ തീരുമാനത്തെ നിഷേധിക്കുന്നത് ഞാനല്ല, നിങ്ങൾ തന്നെയാണെന്നർത്ഥം. ഏതായാലും രാധ എൻ്റെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. അവൾ അങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ മറ്റൊരു കല്യാണത്തിന് സമ്മതം മൂളില്ല. എന്നെ കല്യാണം കഴിപ്പിക്കാനായി നിങ്ങൾ ശ്രമിക്കേണ്ടതുമില്ല, പ്ലീസ് എന്ന് കൈകൂപ്പിക്കൊണ്ട് കൃഷ്ണൻ പറയുന്നു. എന്നിട്ട് കൃഷ്ണൻ അവിടെ നിന്നും അല്പം മാറി നിൽക്കുന്നു. ഇതെല്ലാം കണ്ട് ടെൻഷനോടെ എല്ലാവരും നിൽക്കുന്നു. നീ പറയുന്നില്ലേ നിന്റെ ഈ രാധ, അവൾ എന്നെ മരിച്ചു കഴിഞ്ഞടാ. അന്ന് ആ രാത്രിയിൽ തൃപ്പങ്ങോട്ട് സുഭദ്രയ്ക്കൊപ്പം അവള് മരിച്ചു. എന്നിട്ടും അവളെ ആലോചിച്ചിങ്ങനെ നീറി കഴിയുന്ന നീ ഒരു വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢി, അത്ര തന്നെ. ആ വിഡ്ഢിത്തം ഞാൻ അങ്ങ് സഹിച്ചു. ആ വിഡ്ഢിത്തം ഞാൻ ചുമക്കാൻ തയ്യാറാണ്. അച്ഛൻ്റെ പാട് നോക്കി പോവാൻ നോക്ക്, എന്നെ ജഡ്ജ് ചെയ്യാൻ വരണമെന്നില്ല എന്നൊക്കെ ദേഷ്യത്തോടെ കൃഷ്ണനും പറയുന്നുണ്ട്. അത് കേട്ട് വളരെ ദേഷ്യത്തോടെ ചന്ദ്രൻ ആ രാധ കൊടുത്ത ബൊമ്മ എടുക്കുന്നു. രാധയുടെ ബൊമ്മ, ദേ ഇതാണ് നിന്റെ ജീവിച്ചിരിക്കുന്ന രാധയെന്ന് അത് കൃഷ്ണന്റെ മുന്നിൽ കാട്ടി പറയുന്നു. ഇതിവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നീ ചത്ത് മണ്ണടിഞ്ഞ് ആ പെണ്ണിന്റെ ഓർമ്മയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇനി ഇതിവിടെ വേണ്ട, ഈ സാധനം ഇനി മേലാൽ ഇവിടെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അതെടുത്ത് എറിയുകയാണ് ഒരു വെള്ളത്തിലേക്ക് ചന്ദ്രൻ. അത് കണ്ട് വളരെ ദേഷ്യത്തോടെ അച്ഛന് നേരെ കൈ പൊക്കുകയാണ് കൃഷ്ണൻ. അച്ഛനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് രുക്മിണി റാസ്കൽ എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ കരണത്തടിച്ചു. എന്ത് ഭാവിച്ചാടാ നീ? ഇത് നിന്റെ അച്ഛനാണ്, ദൈവത്തെ പോലെ കാണേണ്ട മനുഷ്യൻ. തന്റെ തല്ലി എന്നുള്ള പേര് വാങ്ങിച്ച് നശിക്കാനാണോ ഭാവം? അച്ഛനും അമ്മയ്ക്ക് നേരെ കൈ ഉയർത്തുന്ന മക്കൾക്ക് ഉള്ള വിധി എന്താണെന്ന് നിനക്കറിയോ? എടാ, നിനക്കറിയോന്ന്? ചന്ദ്രൻ രുക്മിണിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, വാ ഇറങ്ങ്, ഇനി നമുക്ക് ഇങ്ങനെ ഒരു മകനില്ല. ഇനി ഇവന്റെ വീട്ടിൽ ഒരു നിമിഷം നമ്മൾ നിൽക്കില്ല എന്ന് പറഞ്ഞ് രുക്മിണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചന്ദ്രൻ പോകുന്നു. അവരെ ഹരി മുരളിയും കൂടി തടയുന്നുണ്ട്. അച്ഛാ, പിണങ്ങി പോവല്ലേ? പിന്നെ അവന്റെ ആട്ടും തുപ്പും അടിയും കൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കണമെന്നാണോ? വടിന്ന് മാറ്, എടാ അങ്ങോട്ട് മാറാൻ എന്ന് ചന്ദ്രൻ മക്കളോട് പറയുന്നു. ആ സമയം അച്ഛൻ വെള്ളത്തിലെറിഞ്ഞ രാധയുടെ ബൊമ്മ പോയി വളരെ വിഷമത്തോടെ എടുക്കുകയാണ് കൃഷ്ണൻ. ചെല്ല്, അച്ഛന് പോണമെങ്കിൽ നിൽക്ക്, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം. ഓട്ടോയുടെ താക്കോലൊന്ന് എടുത്തോട്ടെ ഒന്ന് മുരളി. അയ്യോ വേണ്ട, അവൻ ഉണ്ടാക്കി തന്നതല്ലേ നിങ്ങളുടെ ഈ ഓട്ടോ. ആ ഓട്ടോയിൽ ഞങ്ങൾ ഇനി കയറുന്നില്ല, ഞങ്ങൾ നടന്നു പോയിക്കോളാം എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ രുക്മിണിയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിന്നും ഇറങ്ങുകയാണ് അച്ഛനും അമ്മയും. വിഷമത്തോടെ ഹരിയും മുരളിയും പുഷ്പനും അത് നോക്കി നിൽക്കുന്നു.
കൃഷ്ണൻ ആ ബൊമ്മ എടുത്തതിന് ശേഷം പണ്ടത്തെ ഓർമ്മയും ആലോചിച്ചിരിക്കുന്നു. ഹരി മുരളിയും പെട്ടെന്ന് ടെൻഷനോടെ മുകളിലേക്ക് വന്ന് കൃഷ്ണനെ നോക്കുന്നു. കൃഷ്ണൻ പറയുന്നുണ്ട്, എന്റെ രാധ, നമ്മൾ രണ്ടുപേരും വേർപിരിക്കാൻ ഒരു ശക്തിക്കും ആവില്ല. ജീവിതത്തിൽ നിന്റെ സ്ഥാനത്ത് വേറെ ഒരു സ്ത്രീയും കടന്നു വരില്ല. എന്റെ വാക്കാത്. പുഷ്പൻ അവരോട് പറയുന്നു, രാമന്റെ വരമാണ് കൃഷ്ണന്റേത്, ഏകപത്നി വ്രതം. പത്നിയാണെങ്കിലോ അരികിലില്ലാതെ ഏതോ അകലത്തിൽ. ആ രാമന് സീതയെ നഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തിരിച്ചു കിട്ടിയില്ലേ? നമ്മുടെ പ്രസാദിന്റെ വിരഹവും അവസാനിക്കുന്ന ഒരു ദിവസം വരും. അന്ന് രാമനെ പോലെ അവൻ നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കും. ഹരി പറയുന്നു, പുഷ്പൻ ചേട്ടാ, രാധചേച്ചി എങ്ങനെ വരും എന്ന് വരുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അധ്യായത്തിന് ഒരു പ്രസക്തിയില്ല. നമുക്ക് മുന്നിൽ ഇപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ഏത് വഴിയെന്ന് പുഷ്പൻ ചോദിച്ചപ്പോൾ ഹരി പറയുന്നു, അഞ്ജലി ചേച്ചി എന്ന വഴി എന്ന് ഹരി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, അതെ, എന്റെ ശ്രമം നടത്തിയിട്ടാണെങ്കിലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ചേച്ചിയും ചേട്ടനും അഞ്ജലി ചേച്ചിയും ഒന്നാകുന്നത് വരെ നമുക്കിനി വിശ്രമമില്ല. അതിനുവേണ്ടി നമ്മൾ ഏത് വഴിയിലൂടെയും സഞ്ചരിക്കും. എന്ത് തന്ത്രവും പ്രയോഗിക്കും. ലക്ഷ്യം ഒന്ന് മാത്രം, ഇവർ രണ്ടുപേരും ഒന്നിക്കണം. എന്താ അങ്ങനെയല്ലേ എന്നൊക്കെ മുരളി ചോദിക്കുന്നു. ഇതേ സമയം കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മേഘനാഥനെ അവിടെ നിർത്തിയിട്ട് കൂടെ വന്ന രണ്ടുപേരും കൂടി സ്വാമി വിളിക്കാനായി പോകുന്നു. അവിടെ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് മേഘനാഥൻ, ദൈവങ്ങളെ രക്ഷിക്കണേ, ഞാൻ എൻ്റെ മകനെ തേടി അലയുന്നത് അത് നശിപ്പിക്കാനാണ് സുഭദ്രയുടെ ശ്രമം. എനിക്ക് അവളെ കണ്ടെത്തി തളയ്ക്കണം. ആ സ്വാമിയുടെ തലയിൽ അതിനുള്ള പരിഹാരം വേണം. അതിനെ നീ അനുഗ്രഹിക്കണം. അങ്ങനെ മേഘനാഥൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടേക്ക് സ്വാമി എത്തി. എന്താണ് വീണ്ടും വന്നത് എന്ന് സ്വാമി ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു, സ്വാമിയാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ എൻ്റെ മകൻ ഇപ്പോഴും കാണാമറിയത് തന്നെയാണ്. എനിക്കൊരു പ്രയോജനവും കിട്ടിയില്ല എന്ന് മേഘനാഥൻ തൻ്റെ വിഷമങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് സ്വാമി പറയുന്നു, അത് ശരിയല്ലല്ലോ, മകൻ നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെയുണ്ട്. നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം അല്ല, മകനെ കണ്ടെത്താനാണോ വീണ്ടും നിങ്ങൾ വന്നത്? അത് കേട്ട് മേഘനാഥൻ പറയുന്നു, അല്ല സ്വാമി, എൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ മറ്റൊരു പ്രശ്നമാണ് എന്നെ ഇപ്പോൾ അലട്ടുന്നത്. മരണപ്പെട്ട എൻ്റെ ഭാര്യ സുഭദ്ര, അവളുടെ പ്രേതാത്മാവ് എന്നെ വീണ്ടും വീണ്ടും വേട്ടയാടുകയാണ് സ്വാമി. ഇപ്പോൾ ഈയിടെ 2-3 തവണ പച്ച ജീവനോടെ എൻ്റെ മുന്നിൽ വന്ന് മറഞ്ഞുപോയി. അവളിൽ നിന്നും എനിക്ക് മോചനം വേണം. ഈ പീഡനം അവസാനിപ്പിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും സ്വാമിയാർ വേണം രക്ഷിക്കാൻ. അത് കേട്ട് സ്വാമി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.